ബിഗ് ബോസ് ലൈവിൽ അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസിലേക്കുള്ള നോമിനേഷനാണ്. ഓൾറെഡി പവർ ടീമാർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീധുവിനെയും ജിൻഡോനെയും നന്ദനേനെയും ഒക്കെ പറയാം എന്നുള്ളത്. ഇടയ്ക്ക് അവർ നോറേനെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോയ്ക്ക് വീണ്ടും ആവണം എന്നുള്ളതുകൊണ്ടാണ് ജിൻഡോയുടെ പേര് അവർ പറയുന്നത്. അങ്ങനെ പവർ ടീമിൽ നിന്ന് വന്നവർ എല്ലാവരും തന്നെ ശ്രീധുവിനെയും നന്ദനേനെയും ജിൻഡോനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വന്ന അർജുനും റസ്മിനും ഗബ്രിയും ഒക്കെ ശ്രീധുവിനെ തന്നെയാണ് പറഞ്ഞത്. ശ്രീധു അർജുനെ പറയുകയുണ്ടായി, ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രീനെയും പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ വോട്ടുകൾ 11 വോട്ടുകളോടുകൂടി ശ്രീധുവും 10 വോട്ടുകളോടുകൂടി നന്ദനയും 7 വോട്ടാണ് ജിൻഡോയ്ക്കും കിട്ടിയത്. അങ്ങനെ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ക്യാപ്റ്റൻസി ടാസ്ക് ഒരു ഫാനിൽ കുറച്ച് കപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പന്തേറാണ് അതിലേക്ക് ബോൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ ടാസ്കിൻ്റെ പ്രമോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ശ്രീധു ആണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. പവർ ടീമാർക്ക് ജിൻഡോ ആവാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പവർ ടീമാർ ജിൻഡോനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജിൻഡോ അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു ആവാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.